എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലോ. എനിക്ക് എന്റെ ക്യാബിനിലോട്ട് കയറി ആ കസേരയിലൊന്ന് ഇരിക്കാനുള്ള സാവകാശം നീ തരൂ. സോറി സാർ. സാറ് മീറ്റിങ്ങിനോ മറ്റോ കയറിയ പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണോ? അതെ സാർ. നീ സ്വാമിയെ കണ്ടില്ലേ? ഇല്ല. എങ്കിൽ എന്റെ ക്യാബിനിലോട്ട് വാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ആ സ്വാമിയും കൂടെ ഒന്ന് വരട്ടെ. കയറി വാ സ്വാമി. ഇനി പറ, എന്തുവാ കാര്യം? പരുത്തിക്കുന്നിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കളക്ടറുടെ ഓഫീസിൽ നിന്നും പരുത്തിക്കുന്ന് കോളനിയിലേക്ക് ആളുകൾ വന്നു. അത് പുറമ്പോക്കാണെന്നാണ് വന്നവർ പറഞ്ഞത്. പുറമ്പോക്കോ? എന്താ സ്വാമി, എന്താ ഉണ്ടായേ? വന്നത് കളക്ടറുടെ ഓഫീസിൽ നിന്ന് തന്നെയാണോ? ആ കാഹളം കുമാരനാണ് സാറേ എല്ലാത്തിനും പിന്നിൽ. നമ്മള് കോളനി സ്ഥലം കയ്യേറിയെന്നൊക്കെയാണ് അവൻ പറഞ്ഞു നടക്കുന്നത്. അവനാണ് ഇപ്പൊ കളക്ടറെയും കൂട്ടരെയും പരുത്തിക്കുന്നിൽ എത്തിച്ചിരിക്കുന്നത്. എന്താണ് സാർ? സാറിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാണ്. ഈ കാഹളമല്ലേ നമ്മുടെ ഓഫീസിന് മുന്നിൽ കൊടിയും പിടിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തിയത്? അതെ സാർ. സ്വന്തമായിട്ടുള്ള വീടോ വീട്ടുകാരോ ഒന്നുമില്ല. കടത്തിണ്ണകളിലും തുക്കുട ലോഡ്ജുകളിലും ഒക്കെയാണ് അന്തി ഉറങ്ങുന്നത്. വലിയ കുഴപ്പക്കാരനാണ് സാർ. ഈ കുഴപ്പക്കാരെയൊക്കെ പിന്നെ എന്തിനാ ലാസർ ഈ ഭൂമിയിൽ ഇങ്ങനെ വച്ചേക്കുന്നേ? അങ്ങനെയുള്ളവരെ ഒന്നും ഈ ഭൂമിയിൽ വേണ്ടെന്നേ. ചുമ്മാ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നേ? സ്വാമി പറഞ്ഞു കേട്ടില്ലേ, കുടുംബവും ഇല്ല കൂട്ടുകാരും ഇല്ല. അപ്പൊ പിന്നെ തലയ്ക്കലിരുന്ന് കരയാൻ ആളും ഇല്ല. അപ്പൊ തീർക്കാനാണോ സാർ? എന്തിനാടാ തീർക്കുന്നേ? തീർത്താൽ പാപം തിന്നാൽ തീരുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പിന്നെ തിന്നാൻ നടക്കണം. അതൊന്നും വേണ്ട. ഇവിടെ ഒരുപാട് ആശുപത്രികളില്ലേ? കൈയും കാലും തല്ലിയൊടിക്കപ്പെട്ടവർക്ക് കിടക്കാൻ ആശുപത്രികളിൽ സൗകര്യമുള്ളപ്പോ നമ്മൾ എന്തിനു കൊലപാതകം ചെയ്യണം? ദേഹക്ഷതം വന്ന് കിടക്കാൻ സർക്കാർ സംവിധാനമുണ്ട്. ആഴ്ചയിൽ പാലും മുട്ടയൊക്കെ ഇപ്പോഴും കിട്ടത്തില്ലേ സ്വാമി? അത് കിട്ടും. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യും. അവിടെ കിടന്ന് അവന്റെ ശരീരമൊക്കെ ഒന്ന് നന്നാവട്ടെ. ആകപ്പാടെ നമുക്ക് പ്രശ്നം അവന്റെ വായല്ലേ. അത് ഇനി അവൻ തുറക്കണ്ട. ലാസർ അതിനുള്ള വഴി നോക്ക്. ശരി സാർ. അവന്റെ വായ നമുക്ക് തുന്നിക്കെട്ടാം. പക്ഷേ അവന് വഴിവെട്ടി കൊടുക്കുന്ന ഒരു വഴികാട്ടിയുണ്ട്. നമുക്ക് വേണ്ടത് ആ വഴികാട്ടിയെ. വാടോ, വാ ഇങ്ങോട്ടിരിക്കെ. അല്ല, എന്താ ഇപ്പോ പദവിയിലാ വന്നത്? പഴയകാല സൗഹൃദം പുതുക്കാനോ അതോ പുതിയ എന്തെങ്കിലും പണി വെപ്പിച്ചിട്ട് വന്നതാണോ? എന്തായാലും താൻ വെറുതെ ഒന്നും വരത്തില്ല. എനിക്ക് തന്റെ ഒരു സഹായം വേണം. പുറത്തേക്കൊന്ന് ഇറങ്ങാനേ. ദേ, ഈ പിള്ളേരുടെ തോളി കവിച്ച് കിടക്കുന്ന ഞാൻ നിങ്ങളെ തന്നെ സഹായിക്കുന്നേ. സ്വന്തമായി എന്റെ ഇഷ്ടത്തിന് ചലിക്കാൻ കഴിയാത്ത കയ്യും കാലുള്ള ഞാന് എങ്ങനെ മറ്റുള്ളവർക്ക് സഹായിയാവും? ഞാൻ കേട്ടത് നിങ്ങളുടെ മരുമകൾ അത്യാവശ്യം ബോധമുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു കളക്ടറാണെന്നാണ്. ഇന്നിപ്പോ എനിക്കെന്റെ ജീവന് പോലും ഭീഷണി വന്നിരിക്കുന്ന സമയമാണ്. അല്ല, എന്തോടോ, തനിക്ക് വല്ല പോലീസ് പ്രൊട്ടക്ഷൻ വേണോ? ഇനി എനിക്ക് എന്ത് പ്രൊട്ടക്ഷൻ? എപ്പോ വിളിച്ചാലും മുകളിലേക്ക് പോവാൻ തയ്യാറായി നടക്കുന്ന എനിക്ക് കാക്കിപ്പടയുടെ സഹായോ? ബൂട്ടും കാക്കിയും കാണുമ്പോ വായിൽ നിറയുന്ന കട്ട ചോരയുടെയും പച്ച മാംസത്തിൽ കത്തി കൊണ്ട് വരയുന്ന ചിത്രവുമാണ് എന്റെ മുന്നിൽ. എന്റെ ജീവൻ എടുക്കാൻ നടന്നവരുടെ കൈകളിലോട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ കൊടുക്കൂടോ?
പിന്നെന്തോടെ തന്റെ പ്രശ്നം? താൻ പറ. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. എന്റെ പ്രശ്നം പരുത്തിക്കുന്നിലെ പുറമ്പോക്ക് ഭൂമിയാണ്. ജാനകിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നപ്പോ പരുത്തിക്കുന്ന് കോളനിയിൽ പാവങ്ങൾക്കായി 1,00,000 വീട് കോളനിയെ അനുവദിച്ചുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ഭരണം മാറിക്കഴിഞ്ഞപ്പോ ആ സർക്കുലറും കാറ്റിൽ പറന്നു. അതിപ്പോ ഭരണത്തിൽ സ്വാധീനമുള്ളവരുടെ കൈവശമിരിക്കുക. അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ മരുമകളെ കൊണ്ട് നടക്കും. അത് പറയാനാ ഞാൻ വന്നത്. ശാലിനി എന്റെ മരുമകളാ. ഞാൻ പറയുന്നതിന് എതിർവാക്കുകൾ പറയുകയില്ല. പക്ഷേ ഈ ജോലി സംബന്ധമായ കാര്യത്തിലേക്ക് ഞാൻ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല. അല്ല, അവിടെ ഉള്ളപ്പോഴേ താൻ ഒരു ദിവസം വരുന്നതായിരിക്കും അതിന്റെ ഒരു ശരിയേ. കാര്യങ്ങൾ നേരിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യക്തതയെ മറ്റാളുടെ ഇടയ്ക്കെന്ന് പറയുമ്പോൾ കിട്ടത്തില്ലല്ലോ. തനിക്കറിയാലോ, എന്റെ ശബ്ദവും ശക്തിയും പാവപ്പെട്ടവന്റെ അന്നം മുടക്കികൾക്ക് എതിരെയായിരുന്നു. ഒരു ചായക്ക് വേണ്ടിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയോ ഞാൻ എന്റെ അക്ഷരങ്ങളെ ബലി കൊടുക്കാറില്ല. ഇത്രയും കാലം